എല്ലാവരും ചിന്തിക്കുന്നുണ്ടായിരിക്കും നമ്മൾ ഇത്രയും ഒരുങ്ങി ഒരു കല്യാണം പോലെയൊക്കെ എവിടെയാണ് പോകുന്നതെന്ന്. ഇന്ന് നമ്മുടെ ലൈഫിൽ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ ആണ്. നമ്മൾ മറിയ കൊച്ചിൻ്റെ പ്രതിഷ്ഠ അല്ലേ മറിയ കൊച്ച്? അന്ന് നമ്മൾ പള്ളിയിൽ പോയി യേശുപ്പച്ചൻ്റെ അടുത്ത് പ്രാർത്ഥിക്കും അല്ലേ? ഓ നാണം വരുന്നു മറിയ കൊച്ചിന്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഫംഗ്ഷന് കുറച്ച് ആൾക്കാർക്ക് വരാൻ പറ്റത്തില്ല. ഞങ്ങളുടെ ചേച്ചി അങ്ങനെ കുറച്ച് ആൾക്കാർക്കൊന്നും വരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ചെറിയൊരു ബ്ലോഗ് പോലെ ചെയ്യാം. സോ അപ്പോൾ അവർക്കും കാണാമല്ലോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും അല്ലേ മറിയ കൊച്ച്? അങ്ങോട്ട് പറ, ഇന്ന് എൻ്റെ ഡെഡിക്കേഷനാണ്, നിങ്ങളെല്ലാവരും കാണണം കേട്ടോ. ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. കാറിലോട്ട് കയറാൻ പോവുക. കാറിൽ കയറുക, പള്ളിയിൽ പോവുക. ഏദൻ വില്ലയിൽ സഹോദരൻ സാമിനും തന്റെ ഭാര്യ സഹോദരി ആയിഷുനിക്ക് ദൈവം നൽകിയ ആദ്യത്തെ പെൺ പൈതലിനെ ദൈവത്തിന് സമർപ്പിക്കാനായി അവർ ഇരുവരും ദൈവസന്നിധിയിൽ കൊണ്ടുവന്നിരിക്കുന്നു. നമുക്ക് ദൈവത്തോടുള്ള നന്ദിയോടെ ഈ പ്രതിഷ്ഠാ ശുശ്രൂഷയിൽ പങ്കുകൊള്ളാം. ഈ സമയം രണ്ടുപേർക്കും സാക്ഷ്യം പറയാനുള്ള സമയമാണ്. ദൈവമുൻപാകെ നന്ദി പറയാൻ, ദൈവമുൻപാകെ മാത്രമല്ല സഭയുടെ മുൻപാകെ, അവരുടെ പ്രിയപ്പെട്ടവരുടെ മുൻപാകെ ദൈവം അവർക്ക് വേണ്ടി ചെയ്തത് പരസ്യമായി പറയാനുള്ള സമയം. അതിനായിട്ട് ഈ സമയത്ത് ഞാൻ വാദിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ പ്രഗ്നൻസി മുതൽ ഇതുവരെ പ്രാക്ടീസ് എല്ലാവർക്കും ആദ്യമേ നന്ദി പറയുകയാണ്. ഇന്ന് സമയം എല്ലാവരുടെയും മുന്നിൽ ഒരു സാക്ഷിയായി ദൈവം ഒരുക്കിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞിനെ തന്നെ പ്രതിഷ്ഠിക്കണമെന്ന് നമുക്ക് രണ്ടുപേർക്കും വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഞങ്ങളുടെ എനിക്ക് സഭയാണ്. ദിവസം ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയതിനായ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഫസ്റ്റ് പരിശുദ്ധാത്മാവിനെ ഞാൻ വളരെയധികം നന്ദി പറയുകയാണ്. ഈ ദിവസം എൻ്റെ ലൈഫിൽ സംഭവിക്കുക എന്നുള്ളത് വളരെയധികം പാടായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ മുന്നിലുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റി സന്തോഷത്തോടെ ആനന്ദത്തോടെ ഇങ്ങനൊരു ദിവസം നിങ്ങളുടെയൊക്കെ മുന്നിൽ നിൽക്കുവാൻ ദൈവം ഞങ്ങളെ ആദരിച്ചു. എല്ലാ വേളയിലും എല്ലാ സമയത്തും എല്ലാ സാഹചര്യത്തിലും ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. എപ്പോഴും എന്നെ ബലപ്പെടുത്തുന്ന ഒരു വാക്യമുണ്ട് എൻ്റെ ജീവിതത്തിൽ. ഏത് പ്രതിസന്ധിയിലും ഏത് വിഷമത്തിലും ഏത് സന്തോഷത്തിലും ഞാൻ പറയുന്ന ഒരു വാക്യമുണ്ട്, യഹോവ എൻ്റെ ഇടയിലാണെന്ന് എനിക്ക് ഉണ്ടായിരുന്നില്ല. ആ വാക്യം ഞാൻ ഈ സമയം പറയാൻ ആഗ്രഹിക്കുകയാണ്. എനിക്കെല്ലാവരോടും പറയാനുള്ളത്, നമ്മളായിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ എത്ര ഒറ്റപ്പെടലിലാണെങ്കിലും നമ്മൾ സഹായിക്കാൻ നമ്മുടെ കൂടെ മാനുഷികമായ ഒരു ശക്തി ആരും നമ്മുടെ അടുത്തില്ലെങ്കിലും നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണെങ്കിൽ, നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും രീതിയിൽ നമ്മൾ ആശ്രയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം നമ്മളായിരിക്കുന്ന സ്ഥലത്ത് ദൈവം നമുക്ക് ഒരുക്കി തരുവാനിടയായിരിക്കും. അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ആക്സിഡൻറ്റ് മുതൽ എൻ്റെ ലൈഫിൽ എപ്പോഴൊക്കെയാണോ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, ചർച്ചക്കാരൊക്കെയും ആവശ്യമായിട്ടുള്ള സമയങ്ങൾ
എപ്പോഴൊക്കെയാണോ ഞാൻ ഈ ദേശത്ത് നിന്ന് വേറെ രാജ്യത്ത് കടന്നു പോയിട്ട് എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ടോ ആ സമയത്തൊക്കെ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് ബന്ധുമിത്രാണെങ്കിൽ ഇല്ലായിരിക്കും, മാതാപിതാക്കൾ അവിടെ ഇല്ലായിരിക്കും, പക്ഷെ ദൈവം നമ്മളെല്ലാം ഒരുക്കിയിട്ടില്ല. നമുക്ക് ആവശ്യമായിട്ടുള്ള ബന്ധങ്ങൾ, ആഹാരങ്ങൾ, എല്ലാ കാര്യങ്ങളും. ദിവസങ്ങൾ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. കുടുംബം ദൈവിക സ്ഥാപനമാണ്. മക്കൾ ദൈവത്തിന്റെ ദാനവും അനുഗ്രഹവുമാണ്. മക്കളെ ദൈവത്തിന് സമർപ്പിക്കുന്ന പതിവ് തിരുവെടുത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വെള്ളത്തിൽ നിന്നും തിരിച്ചു കിട്ടിയ മോശയെ അമ്രാമും യോഗ്യഭേദം ദൈവത്തിനായി വളർത്തിയത് തിരുവെടുത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു. ഹന്ന പ്രാർത്ഥിച്ചു വാങ്ങിയ മകൻ ശമൂവേലിനെ മാതാപിതാക്കൾ ദൈവത്തിനായി സമർപ്പിച്ചതും തിരുവെടുത്തിൽ വ്യക്തമാണ്. യേശു എന്ന ശിശുവിനെ ദൈവത്തിന് പ്രതിഷ്ഠിക്കുവാൻ അവിടുത്തെ മാതാപിതാക്കൾ ദൈവത്തിൽ കൊണ്ടുവന്നതും നമുക്കറിയാം. സഭയോടായി ഈ പകൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തോടും ദൈവവചനത്തോടുമുള്ള സമർപ്പണത്തോടെ ഈ മാതാപിതാക്കൾ ഈ ശിശുവിനെ പ്രതിഷ്ഠിക്കുവാനായി കൊണ്ടുവന്നിരിക്കുന്നു. സഭയ്ക്ക് ഇവിടെയുള്ള ശിശുക്കളോട് ഉത്തരവാദിത്വമുണ്ട്. ശുശ്രൂഷകളിലൂടെ ആ ഉത്തരവാദിത്വം സഭ ഇന്ന് പകൽ ഏറ്റെടുക്കുവാണ്. വിശുദ്ധ ആരാധന എന്തെന്ന് ഈ സഭയിലൂടെ ഈ കുഞ്ഞ് ഗ്രഹിക്കണം. ഒന്നുകൂടി ആവർത്തിക്കുന്നു, വിശുദ്ധ ആരാധന എന്തെന്ന് ഈ കുഞ്ഞ് മനസ്സിലാക്കേണ്ടിയത് ഈ സഭയിൽ കൂടിയാണ്. നമ്മുടെ അച്ചടക്കത്താലും ദൈവഭക്തിയാലും ദൈവഭക്തി എന്തെന്ന് ഈ ശിശു പഠിക്കണം. ഈ ശിശുവിന്റെ രക്ഷയ്ക്കായി ഈ സഭ എല്ലാ കാലത്തും പ്രാർത്ഥിക്കുവാൻ ബാധ്യസ്ഥമാണ്. രണ്ടുപേരും എഴുന്നേറ്റ് നിൽക്കുമോ? പ്രിയമുള്ള സാമിനോടും ഐശ്വര്യയോടും നിങ്ങളുടെ ഭക്തിയും ആദരവും ഈ ശിശുവിന്റെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്നിരിക്കുന്നതിനാൽ ബോധ്യമാകുന്നു. ഈ പ്രതിഷ്ഠ പൂർണ്ണമാകാൻ ഈ ശിശു ദൈവിക ദാനമാണ് എന്ന് നിങ്ങൾ ഇന്ന് പകൽ ഏറ്റു പറയണം. നിങ്ങൾക്ക് ഈ ശിശുവിന് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം ഈ ശിശുവിനെ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. ഈ തലമുറയിൽ എന്തെല്ലാം കാര്യങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്നു എന്ന് നമുക്കറിയില്ല, അത് ദൈവത്തിന് മാത്രമേ അറിയൂ. നിങ്ങളുടെ ഈ ശിശുവിനെ ദൈവഹിതത്തിനായിട്ട് സമർപ്പിക്കണം. നിങ്ങളുടെ ഹിതവും ദൈവഹിതവും തമ്മിൽ യോജിക്കാതെ വന്നാൽ എന്റെ ഹിതത്തിനനുസരിച്ച് വളർത്തുകയല്ല എന്ന് പറയാതെ ദൈവത്തിന്റെ ഹിതത്തിന് ഇവളെ നിങ്ങൾ വിട്ടുകൊടുക്കണം. നിങ്ങളുടെ വീട് ആത്മീയ പാഠശാലയായിരിക്കണം. കൂടുതൽ പഠനത്തിനായി നിങ്ങൾക്കൊപ്പം ഇവളെ വേദ പഠനത്തിനായി സഭയിൽ കൊണ്ടുപോകണം. നിങ്ങളുടെ ജീവിതം ഈ ശിശുവിന് ആത്മീയ മാതൃകയായിരിക്കണം. ശാരീരികവും മാനസികവുമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതോടൊപ്പം ഈ ശിശുവിന്റെ ആത്മീയ ആവശ്യം പരിഗണിച്ച് രക്ഷിക്കപ്പെടുവാൻ ഇവളെ പ്രോത്സാഹിപ്പിക്കണം. ഈ ശിശുവിന്റെ രക്ഷയ്ക്കായി നിങ്ങൾ പ്രാർത്ഥിക്കണം. ത്രിയേക ദൈവവും ഈ സഭയും സാക്ഷി നിർത്തി അതിന് സമ്മതിക്കുന്നെങ്കിൽ ഈ സഭയുടെ മുൻപാകെ ഉവ്വ് എന്ന് നിങ്ങൾ പറയേണ്ടതാകുന്നു. യെസ്.
This is the promise of love. There shall be seasons refreshing, strengthen the Savior of all. Showers of blessing, showers of blessings but for the showers we please, but for the showers we പ്രിയമുള്ള സാമന് ഐശ്വര്യ ദൈവം ദാനമായി നൽകിയ തെർസ മറിയം സാമുവേൽ എന്ന ഈ കുഞ്ഞിനെ ദൈവത്തിന് സമർപ്പിക്കുവാനായി നിങ്ങളുടെ പ്രാർത്ഥനയോടും ആശീർവാദത്തോടും ഞാൻ പിതാവിന്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കുന്നു. കരങ്ങളെ നീട്ടി നമുക്ക് ഒന്നിച്ചുകളെ ദൈവത്തിന് സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ഈ തലമുറയെ അവിടുത്തെ കരത്തിലേക്ക് ഉയർത്തി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവളുടെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ അവിടുത്തെ പ്രസൻസ് ഇവൾക്ക് സ്വർഗം നൽകണമേ. ശമുവേ ദൈവ ശബ്ദം കേട്ട് വളർന്നതുപോലെ ഞങ്ങളുടെ കുഞ്ഞ് ദൈവ ശബ്ദം കേട്ട് വളരാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മോശ കുഞ്ഞിന് വന്ന് കണ്ട ജനം ഇവൻ ഒരു എബ്രായ കുഞ്ഞ് എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളുടെ തലമുറയെ കാണുന്ന പ്രിയപ്പെട്ടവർ ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ പ്രൊട്ടക്ഷനും ഇവളിൽ ഉണ്ടെന്ന് ഗ്രഹിക്കാം. അവിടുന്ന് കൃപ ചെയ്യണമേ കർത്താവേ. ഞങ്ങളുടെ പിതാവേ, മോശ ഹല്ലേലൂയ യോശുവയുടെ മേൽ കരം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ യോശുവ ആത്മജ്ഞാന പൂർണ്ണനായതുപോലെ അടിയൻ കരം വെച്ച് ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇവൾ ആത്മജ്ഞാന പൂർണ്ണയാകേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് ഈ പകലിൽ പ്രാർത്ഥിക്കുന്നു. ഇവളെ ഭൂമിയിൽ ഞങ്ങൾക്ക് തന്ന ദൈവത്തിന് സ്തോത്രം. ഇവൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ കരുതലുകൾക്ക് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം പറയുന്നു. ലോകരാജ്യങ്ങളിൽ ഉണ്ടാകുന്ന പകർച്ചവ്യാധികൾ ഇവിടെ തൊടാതെ വണ്ണം ദൈവിക പ്രൊട്ടക്ഷൻ അകത്ത് സ്വർഗം ഇവളെ നിർത്തിക്കൊള്ളുകയാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം പറയുന്നു. പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിങ്ങൾക്ക് പേടിക്കേണ്ടതില്ല എന്ന് വാക്ക് പറഞ്ഞ ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ നിയോഗവും ദൈവത്തിന്റെ ഭാവനും ഇവരുടെ മേൽ എല്ലാ കാലത്തും വരാ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പിതാവേ, ബുദ്ധിയും ശക്തിയും ജ്ഞാനവും പരിജ്ഞാനവും വിവേകവുമുള്ള പൈതല ഇവൾ വളരുവാൻ ഞങ്ങൾ അങ്ങയോട് ഈ പകലിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, മറിയം സാമുവേൽ എന്ന ഈ മോള് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവൾ അനുഗ്രഹ വിഷയമാവട്ടെ. ഇവൾ അനുഗ്രഹ
വിഷയമാകട്ടെ. ഇവൾ അനുഗ്രഹിക്കപ്പെട്ടിട്ട് അവിടുന്ന് പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം. യേശുവിന്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. പത്യോപദേശത്തിലും ബാലശിക്ഷയിലും ഇവളെ വളർത്തുന്നതിനായി പിതാവിന്റെ കരങ്ങളിൽ ഞാൻ തിരികെ കൊടുക്കുന്നു. ഇവൾക്ക് വേണ്ടി എല്ലാ കാലത്തും ഈ സഭ പ്രാർത്ഥിക്കാൻ ബാധ്യസ്ഥരുമാണ്. പ്രിയമുള്ള സെൽവാനോസ് പാസ്റ്റർ, ആമേൻ, ഇവർക്ക് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥന നടത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ ഉയരത്തിൽ പ്രഭാതം മുതൽ ഞങ്ങൾ കടന്നു ദൈവത്തെ ആരാധിക്കുകയും സാമിനും അനുസരിക്കും ദാനമായി ദൈവം നൽകിയതായി തലമുറയുമായി ദൈവത്തിന്റെ സന്നിധാനത്തിൽ കഴിഞ്ഞ നാളിൽ കടന്നുന്ന എല്ലാ കഷ്ടനഷ്ട ശോധന വേദനകളുടെ കടിവിടും ദൈവം പ്രാർത്ഥനയും യാചനം കേട്ടു. ദൈവസഭയുടെയും ദേവദാസിന്റെയും കുടുംബത്തിന്റെയും ബന്ധുമിത്രാദികളെയും നിയമങ്ങളെയും ദൂരത്തും ജാഗ്രതമായിരുന്നുകൊണ്ട് ദൈവസഭയിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടി ദൈവനാമമായി നൽകിയ കർത്താവേ, തുടർന്നതായ ഓരോ നിമിഷങ്ങളിലും ഓരോ ദിവസങ്ങളിലും ഓരോ മാസങ്ങളിലും വർഷങ്ങളിലും കുഞ്ഞിന്റെ വളർച്ചയിലും ആരോഗ്യത്തിലും ബുദ്ധിയിലും ജ്ഞാനത്തിലും ദൈവത്തോടെ കേൾക്കപ്പെട്ടതായ ദൈവജനത്തിന്റെ ഉപദേശത്തിൽ തന്നെ വളർത്തിക്കൊണ്ടുവരുവാൻ ഈ മാതാപിതാക്കളെ അവിടെ നിന്ന് ശാരീരിക മാനസിക ആത്മീയ ഭൗതികമായ എല്ലാവിധമായ ആമേൻ അനുഗ്രഹങ്ങളും സ്വർഗ്ഗദാനങ്ങളും ഭൗതിക സമ്പത്തുകളും കൊണ്ട് ഇവരെ നിറച്ചനുഗ്രഹിച്ച് അവിടെ ദൈവകാലം മുഴുവൻ ഈ കുഞ്ഞിനെ ദൈവത്തിനാള് ഭൂമിയുടെ കർത്താവായി കൊടുക്കുന്നുവോ അത്രയും നാളുടെ ഭാവി ജീവിതത്തിന്റെ എല്ലാ വിദ്യാഭ്യാസ മേഖലകളിലും ആത്മീയ വളർച്ചയിലും ഭാവി കെട്ടുപണികളിലും തുടർന്നുള്ള എല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെതായ അവൻ മതപ്രകാരമായ ആത്മീയ ഭൗതിക സമ്പത്തും കൊണ്ട് അവിടെ നിന്ന് നിറച്ചനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾക്ക് ആരോഗ്യം കേൾക്കണമേ. സ്വർഗ്ഗ പിതാവേ, ആമേൻ. ഈ ശുശ്രൂഷ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവർക്ക് നന്ദി. ഈ സമയം എഴുന്നേറ്റ് നിന്ന് ഒരു പാട്ട് ഒന്നിച്ച് ചേർന്ന് പാടി ആരാധിച്ച് നമുക്ക് ആമേൻ ആശീർവാദത്തോടെ കടന്നു പോകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you, Jesus. ഹല്ലേലൂയ. സ്തുതി പാടിടും ഞാൻ, കൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ. സ്തുതി പാടിടും ഞാൻ, കൃപയെ എന്നും ഓർത്തിടും ഞാൻ. പരിശുദ്ധനേ, കരുണാനിധിയേ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനേ. പരിശുദ്ധനേ, കരുണാനിധിയേ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനേ. സകലത്തെയും സൃഷ്ടി ചെയ്തവനേ, സകലത്തിലും പരിപാലകനേ. സകലത്തെയും സൃഷ്ടി ചെയ്തവനേ, സകലത്തിലും പരിപാലകനേ. സകലരിലും പരമോന്നതനേ, സർവശക്തനും സർവജ്ഞാനിയുമേ. സകലരിലും പരമോന്നതനേ, സർവശക്തനും സർവജ്ഞാനിയുമേ. ഹല്ലേലൂയ. സ്തുതി പാടിടും ഞാൻ, കൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ. സ്തുതി പാടിടും ഞാൻ, കൃപയെ എന്നും ഓർത്തിടും ഞാൻ. പരിശുദ്ധനേ, കരുണാനിധിയേ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനേ. പരിശുദ്ധനേ, കരുണാനിധിയേ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനേ. ഉള്ളവനേ, മനസ്സലിയും നമഃപ്രഭുവേ. ഉള്ളവനേ, മനസ്സലിയും നമഃപ്രഭുവേ. വാത്സല്യത്തോടെ ചെറുത്തവനേ, ഭാരത സ്നേഹം പരത്തവനേ. വാത്സല്യത്തോടെ ചെറുത്തവനേ, ഭാരത സ്നേഹം പരത്തവനേ. ഹല്ലേലൂയ. സ്തുതി പാടിടും ഞാൻ, കൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ. സ്തുതി പാടിടും ഞാൻ, കൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഓ പരിശുദ്ധനേ, കരുണാനിധിയേ, സ്തുതികൾക്കെല്ലാം യോഗ്യനായ